Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം 4-year UG പ്രോഗ്രാമിന്റെ ഏറ്റവും പുതിയ സിലബസ് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ എൻറ്റയർ സിലബസ് ഡീറ്റെയിൽസിലോട്ട് നമുക്ക് 1 by 1 ആയിട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ബികോം BBA MCOM ഈ 3 കോഴ്സിന്റെയും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അത് മാത്രമല്ല നമ്മൾ ഓൺലൈൻ ആയിട്ട് അഡ്മിഷനും എടുത്തു കൊടുക്കുന്നുണ്ട്. സോ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. സോ നമ്മുടെ ക്ലാസ് ഓഗസ്റ്റ് 1st വീക്കിൽ നമ്മൾ ആരംഭിക്കാൻ പോവാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. അതുമാത്രമല്ല ലാസ്റ്റ് ഡേറ്റ് അഡ്മിഷൻ്റെ വരുന്നത് ജൂലൈ 31st ആണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതിന് വേണ്ടിയുള്ള സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ് വരുന്നത്. 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം FYUGP ബികോം ഓണേഴ്സ് സിലബസ് 2024 ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി. സോ ഇതാണ് അവർ തന്നിട്ടുള്ളത്. ഒരു പ്രോഗ്രാം സ്ട്രക്ചർ ആദ്യം തന്നെ കാണാൻ സാധിക്കും. ഓരോ സെമസ്റ്ററിൻ്റെയും മേജർ കോഴ്സസ് അല്ലെങ്കിൽ കോർ കോഴ്സസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ഏതൊക്കെയാണ്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഒരൊറ്റ സ്ട്രക്ചറിൽ തന്നിട്ടുണ്ട്. ബട്ട് അതിനേറ്റവും നമുക്ക് നല്ലത് സെമസ്റ്റർ വൈസ് ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർ തന്നിട്ടുള്ളതിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് സെമസ്റ്റർ വൈസ് കോഴ്സ് സ്ട്രക്ചർ. സോ സെമസ്റ്റർ 1 നമുക്ക് ആദ്യത്തെ സെമസ്റ്ററിൽ പഠിക്കാനുള്ള പേപ്പേഴ്സ് ഇതൊക്കെയാണ്. ആദ്യം തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് പഠിക്കാനുള്ള കോർ കോഴ്സാണ്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് രണ്ടാമത്തെ പേപ്പർ. അപ്പോൾ ഈ 2 പേപ്പേഴ്സാണ് നമ്മുടെ കോർ കോഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൽ. പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ് വരുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്. നമ്മുടെ ബികോം അല്ലാതെ കണ്ട് മറ്റേതെങ്കിലും നമ്മൾ കാലിക്കറ്റിലൊക്കെ ഓപ്പൺ കോഴ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഒരെണ്ണം വരുന്നുണ്ട്. അത് ഹിസ്റ്റോറിക്കൽ ടൂറിസം ഉണ്ട്, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജി, ലീഗൽ ലിറ്ററസി. അതാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഒരെണ്ണം വരുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൽ കേട്ടോ. അപ്പോൾ ഇതാണ് 4 പേപ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഈ 4 പേപ്പറിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ആരംഭിക്കുന്നത് ഈ പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇനി സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നത് കോർ കോഴ്സ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ദെൻ മൈനർ ഡിസിപ്ലിൻ കോഴ്സ് വരുന്നത് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോ ആണ്. പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽ നമുക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ ക്രിമിനോളജി, മെഷീൻ ലേണിംഗ് ഫോർ ഓൾ, ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നത്. ഇനി തേർഡ് സെമസ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ കോർ കോഴ്സ് വരുന്നത് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് അതിൽ വരുന്നത് നമുക്ക് ഹിന്ദി ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം, അറബിക് സെക്കൻഡ് ലാംഗ്വേജ് പോലെ കേട്ടോ, മലയാളത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. പിന്നെ വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ ലിറ്ററസി, ടെക്നോളജി ആൻഡ് സൊസൈറ്റി, മഹാത്മാഗാന്ധി. സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഡാറ്റ അനലിറ്റിക്സ്, പൈത്തോൺ ഫോർ ഓൾ, ഹ്യൂമനിസം ആൻഡ് ലോജിക്. ഇതിലേതെങ്കിലും മൂക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് എന്താണ് കോർ കോഴ്സ് വരുന്നുണ്ട്. പിന്നെ തേർഡ് സെമസ്റ്ററിലോട്ട് എത്തുമ്പോൾ കണ്ടോ അഡീഷണൽ ആയിട്ടുള്ള പുതിയ ടൈപ്പ് കോഴ്സസ് വരുന്നുണ്ടെന്നുള്ളതാണ്. ദെൻ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് വരുന്നത് ഇവിടെ ഒരെണ്ണം ഇൻഫർമേഷൻ സെക്യൂരിറ്റി, സോഷ്യൽ എത്തിക്സ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഇനി മൂവിങ് ടു ഫോർത്ത് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് അവിടെ മേജർ ഡിസിപ്ലിൻ കോഴ്സ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ആണ്. പിന്നെ സ്പെഷ്യലൈസേഷൻ അവിടെ ഇലക്റ്റീവ് ഫിനാൻസുകാർക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കോർപ്പറേഷൻ ആണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഇത് ഫണ്ടമെന്റൽസ് ഓഫ് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുക ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുക്കുന്നത് തന്നെയാണ്. പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽ ഹിന്ദി ലാംഗ്വേജ്, മലയാളം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. വാല്യൂ ആഡഡ് കോഴ്സ് ഇന്ത്യൻ നോളജ് സിസ്റ്റം, എൻവയോൺമെൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് പ്രാക്ടിക്കൽ ടാക്സേഷൻ അല്ലെങ്കിൽ മൂക്ക് 2 ഇതിൽ ഏതെങ്കിലും എടുക്കാം. ഫിഫ്ത്ത് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് അവിടെ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഇൻകം ടാക്സും ആണ് 2 സബ്ജക്റ്റുകൾ. പിന്നെ സ്പെഷ്യലൈസേഷൻ ഫിനാൻസ് ഉള്ളവർക്ക് ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് മാർക്കറ്റ്സ്, ദെൻ കോർപ്പറേഷൻ ഉള്ളവർക്ക് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ,
പിന്നെ ലോജിസ്റ്റിക്സിന് മെറ്റീരിയൽസ് ആൻഡ് വെയർഹൗസ് മാനേജ്മെൻ്റ് ആണ്. മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വരുന്നു. ഇതാണ് 4th സെമസ്റ്ററിലുള്ള 5th സെമസ്റ്ററിലുള്ള. ദെൻ 6th സെമസ്റ്ററിലോട്ട് പോകുമ്പോൾ മേജർ ഡിസിപ്ലിൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻകം ടാക്സ് 2 2 പേപ്പേഴ്സ് വരുന്നു. ഫിനാൻസ് ഉള്ളവർക്ക് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് വരുന്നു. കോർപ്പറേഷൻ ഉള്ളവർക്ക് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് ആണ്. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഉള്ളവർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ്. മൈനർ ഡിസിപ്ലിൻ കോഴ്സ് വരുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോ ആണ്. ഇതാണ് 6th വരുന്നത്. അപ്പോൾ ഈ 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് ക്വിറ്റ് ചെയ്യണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം. ഇത്ര പെർസെൻറ്റേജ് മാർക്കിൻ്റെ ബേസിലുള്ളവർക്കായിരിക്കും പിന്നെ ലാസ്റ്റ് 4ാമത്തെ വർഷത്തിലോട്ട് കിടക്കാൻ സാധിക്കുക. സോ 7th സെമസ്റ്ററിലോട്ട് പോകുമ്പോൾ അവിടെ അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ടെക്നോളജി ഫോർ ഇൻഡസ്ട്രി, അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ദെൻ ഇൻറ്റേൺഷിപ്പ് ആണ് അവിടെ വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അതാണ്. റിസർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് വരുന്നു. ദെൻ ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്, ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ പ്രൊജക്റ്റാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത് 7th സെമസ്റ്ററിൽ. 8th വരുന്ന സമയത്ത് അവിടെ അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഇൻ്റർനാഷണൽ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, റിസർച്ച് മെത്തേഡ്സിൽ QT, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദെൻ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഇതാണ് 8th സെമസ്റ്ററിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാനുള്ള കേട്ടോ. അവർ ഒന്നും കൂടിയും ഷോർട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മേജർ കോർ കോഴ്സസ് വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 1st സെമസ്റ്ററിൽ കണ്ടോ. അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. മൈനർ മേജർ ഡീറ്റെയിൽസ് നമുക്ക് സ്പെഷ്യലൈസേഷനൊക്കെ സെപ്പറേറ്റ് എടുത്തിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് സെപ്പറേറ്റ് വാല്യൂ ആഡഡ് കോഴ്സസ് നമ്മൾ നേരത്തെ നോക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഓരോ സെമസ്റ്റർ വൈസ് ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓരോ സെമസ്റ്ററിലെയും എന്താണ് സിലബസ് കുറച്ചും കൂടി വൈഡായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതാണ് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത്. സോ അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ അടുത്തൊരു ദിവസം തന്നെ നമുക്ക് 1st സെമസ്റ്ററിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള 4 പേപ്പേഴ്സിൻ്റെയും എന്താണ് ഡീറ്റെയിൽ സിലബസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 8 സെമസ്റ്ററുകൾ 4 ഇയർ UGയുടെ 8 സെമസ്റ്ററിലെയും സബ്ജക്ട് ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓഗസ്റ്റ് 1st വീക്കിൽ നമ്മുടെ ക്ലാസ്സസ് ആരംഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനും സാധിക്കും കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.